ഷാലൂസ് മിസ്റ്റിക്കൽ റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാലി. ഇന്നും ഒരു ഗാർഡൻ ടൂർ വീഡിയോ തന്നെയാണ് കേട്ടോ. കുറേ പേരുടെ സങ്കടവും പരാതിയൊക്കെ അല്ലേ, ഞങ്ങൾക്ക് ചെറിയ മിറ്റാണ്, അതുകൊണ്ട് ചെടികളൊന്നും വളർത്താൻ പറ്റണില്ല, ശുശ്രൂഷിക്കാൻ പറ്റണില്ല എന്നുള്ളതൊക്കെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഈ വീടിനും ഒരു ചെറിയ മിറ്റാണ് എങ്കിലും അവരത് ഒത്തിരി ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, ചട്ടിയിലും നിലത്തുമൊക്കെ ആയിട്ട്. അതെങ്ങനെയൊക്കെയാണെന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ അടുത്ത് മാറമ്പള്ളി എന്ന സ്ഥലത്താണ്. ഈ വീട് സിയാദ് ഷിജില ദമ്പതികളുടെ വീടാണ്. ഇവർക്ക് 3 മക്കളാണുള്ളത്. ഇവരെ എല്ലാവരും കൂടിയാണ് ഈ ചെടികൾ ശുശ്രൂഷിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം. ഇനി നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇതൊരു മാൻഡിവില്ല ചെടിയാണ്. ഇത് ഗേറ്റിൻ്റെ ഈ പില്ലറിനോട് ചേർന്നാണ് ഇത് നട്ടേക്കണേ. എങ്കിലും ഇത് മുഴുവനും ഗേറ്റിന് പുറത്തേക്ക്, മതിലിൻ്റെ പുറത്തേക്കാണ് കിടക്കണേ. ഇതിലിപ്പോൾ പൂക്കളൊക്കെ കുറവാണ്, എങ്കിലും അത് ആ മതിൽമ മുഴുവനും കവർ ചെയ്ത് നല്ല പച്ചപ്പായിട്ട് നിൽക്കണം. ഈ വീടിന് ഒരു പ്രത്യേക ഒരു ഭംഗിയായി ഈ പച്ചപ്പ് നൽകണേ. ഇത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറുഭാഗത്തായിട്ട് ഒരു ചാമ്പമാരാണ് നട്ടേക്കണേ. അതിൽ നിറച്ചും കായകളൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. വീടിൻ്റെ ഗേറ്റ് തുറന്ന് വരുമ്പോഴുള്ള മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നല്ലൊരു ഭംഗി തന്നെയാണ് ഈ വീട് കാണുമ്പോൾ തന്നെ. ഈ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഷോപ്പാണ്. അപ്പോൾ ആ ഷോപ്പ് ഒരു തടസ്സം പോലെയാണ്, എങ്കിലും അവർ ആ ഭാഗത്ത് നല്ല ചെടികളൊക്കെ വെച്ച് ആ തടസ്സം നല്ല ഭംഗിയായിട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ ചട്ടികളിലും ട്രേകളിലും ഹാങ്ങിങ്സും ഒക്കെ ആയിട്ടാണ് അവിടെ ചെടികളൊക്കെ നല്ല ഭംഗിയാക്കിയേക്കുന്നത്. വീടിൻ്റെ സ്റ്റെപ്പിലൊക്കെ ചെടികളാണ്. സ്റ്റെപ്പുമ്മയൊക്കെ ഓരോരോ തട്ടായിട്ടാണ് ഒരു ചെടികളൊക്കെ ക്രമീകരിച്ചത്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 തട്ടുകളായിട്ടാണ് അവിടെ ചെടികളൊക്കെ ക്രമീകരിച്ചേക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ പില്ലറുകളിലൊക്കെ അവർ വെർട്ടിക്കൽ ഗാർഡനാണ് വെച്ചേക്കണേ. മുകളിലൊക്കെ ആണെങ്കിലും മുകളിൽ നല്ല ഹാങ്ങിങ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ ചെടി വെച്ചേക്കണേ. ഇത് നമ്മുടെ വെള്ളമൊക്കെ റൂഫിംഗ് ഷീറ്റിൻ്റെ ഒക്കെ അടിയിൽ വെള്ളം കളക്ട് ചെയ്യാൻ വെക്കണ പാത്തിയില്ലേ, അതിലാണ് ഈ ചെടികളൊക്കെ വെച്ചേക്കണേ കേട്ടോ. അതിൽ മണ്ണ് നിറച്ചിട്ട് ചെടികൾ വെച്ച് കൊടുത്തേക്കാണ്. ഇത് ഒരു ഷോപ്പിൻ്റെ മതിലാണ്. അപ്പം അത് വലിയ മതിലാണല്ലോ. അപ്പം തന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 പാത്തികളിലായിട്ടാണ് വെച്ചേക്കണേ. അപ്പോൾ ഒരു പാത്തി തീർന്നിടത്തുനിന്ന് അടുത്ത പാത്തി മുകളിലും താഴെയായിട്ടാണ് വെച്ചേക്കണേ. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ സിങ്കോണിയും ഒരെണ്ണത്തിൽ മണി പ്ലാന്റും വെച്ചേക്കണേ. അത് നല്ലൊരു ഭംഗി തന്നെയാണ് അത് കാണാനായിട്ട്. നല്ല ഇടതൂർന്ന് വളർന്നിട്ടുമുണ്ട്. പിന്നെ അതിൽ നിന്ന് തന്നെ ഹാങ്ങിങ് പ്ലാന്റുകൾ തൂക്കിയിട്ടിട്ടുമുണ്ട്. ഒരു നല്ല ഭംഗി തന്നെയാണ് അത്.
സിറ്റ് ഔട്ടിൻ്റെ ഒരു ഭാഗത്തെ ചെടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മറുഭാഗത്തും ഇതേപോലെ തന്നെ നന്നായിട്ട് ചട്ടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറാൻ ഒരു വഴി മാത്രം ഇട്ടതിന് ശേഷം ബാക്കി സ്റ്റെപ്പുമേ എല്ലാം ചെടികൾ നന്നായി അറേഞ്ച് ചെയ്തേക്കുകയാണ്. ഭൂരിഭാഗവും ഇലച്ചെടികൾ തന്നെയാണ് ഈ വീട്ടിലുള്ളത്. ഈ വീടിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ആകർഷണമാണ് ഇവിടുത്തെ വെർട്ടിക്കൽ ഗാർഡനും ഹാങ്ങിങ് പ്ലാന്റ്സും. നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ വീടിനെ നമ്മളെ ഇങ്ങോട്ടേക്ക് നോക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഈ വെർട്ടിക്കൽ ഗാർഡൻ്റെ മുകളിലായിട്ട് PVC പൈപ്പുമേയും ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ മോൻ്റെ ഒരു കലാസൃഷ്ടിയാണ്. സൈക്കിളിൻ്റെ ടയറുമ്മയാണ് കയറ് ചുറ്റിയിട്ടാണ് ഈ ചെടികളൊക്കെ തൂക്കിയിട്ടാണ്. ആ പോട്ടുമ്മയും കയറുകളൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഹുക്ക് ഇട്ടുമേക്കൂടെ കമ്പി കയറ്റിയിട്ടാണ് ഇത്രയും ഹാങ്ങിങ് പോട്ടുകളൊക്കെ തൂക്കിയിട്ടേക്കുന്നത്. നല്ല തിക്കായിട്ട് ചെടികൾ വളർന്നിട്ടുമുണ്ട് ഇത്. ഇത് ഗേറ്റിനോട് ചേർന്ന് കാർ പോർച്ചിൻ്റെ സൈഡിലായിട്ട് ഉള്ള ഭാഗമാണ്. ഇവിടെ നിലത്ത് നടാവുന്ന ചെടികളാണ് പൂർണ്ണമായിട്ടും നട്ടു കൊടുത്തേക്കണത്. ഇത് ഇങ്ങനെ ചെടികൾ നട്ടേക്കണതുകൊണ്ട് മുറ്റം പൂർണ്ണമായിട്ടും കിട്ടുന്ന രീതിയിലാണ്. ഇതൊരു സൈഡിലേക്ക് ഒതുങ്ങി തന്നെയാണ്. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും മുറ്റം കിട്ടുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല തിക്കായിട്ട് ചെടികൾ നട്ടു കൊടുത്തേക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ മാവും ഒക്കെ നട്ടിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ക്രോട്ടൻസ് ഒക്കെ ഇലച്ചെടികളെല്ലാം ഇങ്ങനെ വലുതായിട്ട് വളർന്നു വരുന്ന ഇലച്ചെടികളെല്ലാം മതിലിനോട് ചേർന്ന് വെച്ച് കൊടുത്തേക്കാണ്. ഇത് നടുക്ക് ഒരു സ്റ്റാൻഡ് കുത്തിയിട്ട് ഇരുമ്പിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തേനെ. ഇത് നമ്മൾ ഗേറ്റിൽ നിന്ന് തന്നെ കാണുന്ന ഭാഗം കൂടെയാണ്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് PVC പൈപ്പും കൊണ്ട്. അവിടെ ഉടനെ തന്നെ അത് പണി നടക്കണേ ഉള്ളൂ. ഉടനെ തന്നെ ചെടികളൊക്കെ അവിടെ വരും. മതിലുമേക്കൂടെയൊക്കെ 10 മണിച്ചെടികളും ചട്ടികളൊക്കെ വെച്ച് കൊടുത്തിട്ട് 10 മണിച്ചെടികളും ഇതെല്ലാം നട്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ കണ്ടുകൊണ്ട് കോവലും നട്ടു കൊടുത്തിട്ടുണ്ട്. കോവലും നന്നായിട്ട് കോവയ്ക്ക ഉണ്ടായതുകൊണ്ട് മുകളിലേക്ക് അത് ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടേക്കുകയാണ്.
ഇവിടെ ചെടികൾ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒത്തിരി പ്രാവുകളും മുയലും കോഴികളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഇക്കയ്ക്ക് ഡ്രൈ ഫ്രൂട്ടിൻ്റെ ബിസിനസ്സാണ്. അതിൻ്റെ തിരക്കിൻ്റെ ഒക്കെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള നഴ്സറികളൊക്കെ കാണുമ്പോൾ ചെടികളൊക്കെ വാങ്ങിക്കണതും ഇവിടെ കൊണ്ടുവന്ന് നടണതും പ്രാവിനെയൊക്കെ ശുശ്രൂഷിക്കാനൊക്കെ സമയം കണ്ടെത്തണത്. അപ്പം നമുക്ക് തിരക്കാണ്, ചെറിയ മുറ്റാണെന്നൊക്കെ വിഷമിച്ചിരിക്കണവരുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് കേട്ടോ ഈ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് അമർത്തി ഓൾ ആക്റ്റീവ് ആക്കിയിട്ടാൽ ഞാൻ ഇന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പം ലഭിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.